ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വറുത്ത റവയാണ് എങ്കിൽ കൂടി ഒന്നുകൂടി ഇത് ചൂടാക്കി എടുക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ നമ്മുടെ ഉപ്പുമാവ് വളരെ കുഴഞ്ഞ ഒരു പരുവത്തിലായി പോവും. നിങ്ങൾക്ക് കുഴഞ്ഞ ഉപ്പുമാവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് വറക്കണമെന്നില്ല. വറക്കാത്ത റവ ആണെങ്കിൽ മാത്രം വറുത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ വറുത്ത റവയാണ് വാങ്ങിയത്, എന്നാലും ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കി ഒന്ന് കടിക്കുന്ന പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റവ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് മാറ്റി ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഈ പാത്രം നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പിടി പീനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പീനട്ട് ചേർത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായി റോസ്റ്റായി വരട്ടെ. അപ്പോൾ അതിലേക്ക് ഒരു പിടി പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ഉപ്പുമാവിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ പീനട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് വറുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പം നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. എണ്ണയിൽ കിടന്ന് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി നല്ല റോസ്റ്റ് ഒരു ഫ്ലേവർ വരും. അപ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പച്ചമുളകും ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. അപ്പോൾ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് വരും. അത് നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റിയാക്കി മാറ്റും, നല്ല ഫ്ലേവർ കൊണ്ടുവരും. അപ്പോൾ അതിലേക്ക് ഒരു ഉണക്കമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. വലുതാണെങ്കിൽ പകുതി ആയാലും മതി. സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. സവാള ഒന്ന് വഴണ്ട് വരണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിയതിന് ശേഷം പീനട്ടും കാഷ്യൂനട്ടും എന്താ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പുമാവാക്കി വരുമ്പോൾ അത് ക്രഞ്ചിനെസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താലും മതി. ഇനി ക്യാരറ്റും ആ എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ക്രഞ്ചിനെസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ ലാസ്റ്റാണ് പീനട്ടും കാഷ്യൂനട്ടും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ക്രഞ്ചിനെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ക്യാരറ്റ് വഴണ്ട് വന്നു. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി തേങ്ങയും നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പോൾ തേങ്ങ ഇതെല്ലാം നന്നായി വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇനി 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. റവ നന്നായി മൂത്തതായത് കാരണം 2.5 കപ്പ് വെള്ളം വേണം. നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വരും. എന്നാൽ ഒട്ടും കുഴഞ്ഞിരിക്കുകയോ ഉപ്പുമാവ്. ഇതാ വെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ റവ ചേർത്ത് കൊടുക്കുകയാണ്. സിമ്മിലാക്കിയതിന് ശേഷം റവ ചേർത്ത് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ വെള്ളത്തിൽ കിടന്ന ഈ റവ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയും ചെയ്യാം. മിക്സ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം.
എന്നാലും ഒരുപാട് സമയം നോക്കാതെ ഇരിക്കരുത്, നമ്മൾ അത് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഈ ഉപ്പുമാവ് എന്തായാലും ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്, കുഴഞ്ഞൊന്നും വരത്തില്ല. അതാ നോക്കിക്കേ, നമ്മുടെ ഉപ്പുമാവ് ഇപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആവശ്യത്തിനെല്ലാം വെന്തിട്ടുമുണ്ട്, ഉപ്പും എല്ലാം ഉണ്ട്. നല്ല ഫ്ലേവറുണ്ട്, ഇഞ്ചിയുടെയും ഒക്കെ നല്ല ഫ്ലേവറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നോക്കിക്കേ, ഒട്ടും കുഴഞ്ഞു വന്നിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകും. ഇനി ഇത് ഞാൻ സെർവ് ചെയ്യുന്നതിൻ്റെ സമയത്താണ് അതിലേക്ക് കാഷ്യൂനട്ടും പീനട്ടും ഒക്കെ ചേർത്ത് കൊടുത്തു. ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ, ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. ഈ കാഷ്യൂനട്ടും പീനട്ടും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു ക്രഞ്ചിനെസ്സാണ്, നല്ല ഒരു ടേസ്റ്റാണ്. കറിയൊന്നും ആവശ്യമില്ല, വേണമെങ്കിൽ പഴം ചേർത്ത് കഴിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് കറിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മുട്ട റോസ്റ്റോ അങ്ങനെ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടമാകും. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഇഷ്ടമാകും. എന്തായാലും വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.